ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല ഇൻഷുറൻസ് സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LIC. LIC ഇന്ന് ലോണുകൾ നൽകുന്നുണ്ട്. LICയുടെ ലോണുകളുടെ പ്രത്യേകതയാണ് കുറഞ്ഞ പലിശ നിരക്ക്, അതുപോലെ ഗ്യാരണ്ടറിനെ ആവശ്യമില്ല, ഓൺലൈൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും, പരമാവധി 3-4 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകും തുടങ്ങിയവയാണ് LICയുടെ ലോണുകളുടെ പ്രത്യേകത. ഈ വായ്പയുടെ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കും, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പലിശ നിരക്ക്, വായ്പാ തുക, അതുപോലെ എങ്ങനെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം തുടങ്ങിയ മുഴുവൻ വിവരങ്ങളുമാണ്. ഈ യൂട്യൂബ് ചാനൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ അനേകം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എൻ്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. LICയുടെ ഈ വായ്പകൾക്ക് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ പോളിസിയുള്ള ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്താൽ നമുക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. നിലവിൽ LICയുടെ ലോണുകളുടെ പലിശ നിരക്ക്, വാർഷിക പലിശ നിരക്ക് എന്ന് പറയുന്നത് 9% ആരംഭിക്കുന്നത്. മറ്റ് ബാങ്കുകളെ അല്ലെങ്കിൽ മറ്റ് ലോണുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പലിശ നിരക്ക് കുറവാണെന്ന് പറയാൻ സാധിക്കും. ഈ എടുക്കുന്ന വായ്പയുടെ പരമാവധി തിരിച്ചടവ് കാലാവധി 12 മുതൽ 36 മാസം വരെ ലഭിക്കും. നമ്മൾ എടുക്കുന്ന തുകയ്ക്കനുസരിച്ചാണ് ഈ പരമാവധി തിരിച്ചടവ് കാലാവധി ലഭിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരായി കുറഞ്ഞത് 18 വയസ്സെങ്കിലും പ്രായമുള്ള ഒരു പോളിസി ഹോൾഡറിന്, അതായത് LIC കസ്റ്റമറിനാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലെല്ലാം ഒരാൾക്കെങ്കിലും ഒരു LICയുടെ ഏതിലൊരു പോളിസി എടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ 3 വർഷമായിട്ട് LICയുടെ പ്രീമിയം കൃത്യമായിട്ട് അടയ്ക്കുന്നവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ വായ്പ ലഭ്യമാവുകയില്ല. ഈ വായ്പയുടെ വായ്പാ തുക തീരുമാനിക്കുന്നത് നമ്മൾ മൊത്തം ഒരു പ്രീമിയം അടച്ചതാണ്. ചിലപ്പോൾ 3 വർഷമാണ് നമ്മൾ പ്രീമിയം അടച്ചത്. ഈ പ്രീമിയം മൊത്തം അടച്ചത് നമ്മൾ LICക്ക് സറണ്ടർ ചെയ്യണം. LICക്ക് സറണ്ടർ ചെയ്തതിന് ശേഷം, സറണ്ടർ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു രീതിയിൽ ഒരു ഈട് പോലെ നമ്മൾ നൽകണം. ഓക്കെ, ഇങ്ങനെ ഈട് നൽകിയതിന് ശേഷം അല്ലെങ്കിൽ സറണ്ടർ ചെയ്തതിന് ശേഷമാണ് ഈ വായ്പ തുക ലഭ്യമാകുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് നമ്മൾ പ്രീമിയം അടച്ചത്. നമ്മൾ ഈ 10 ലക്ഷം രൂപ നമ്മൾ സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ സറണ്ടർ വാല്യൂ 10 ലക്ഷം രൂപയാണ് എങ്കിൽ പരമാവധി നമുക്ക് 80% വരെ, നമ്മളുടെ സറണ്ടർ വാല്യൂവിൻ്റെ 80% വരെ വായ്പാ തുക ലഭ്യമാവുകയുള്ളൂ. അതായത് 10 ലക്ഷം രൂപയ്ക്ക് 80% വരെ എന്ന് പറയുമ്പോൾ 8 ലക്ഷം രൂപ വരെ പരമാവധി നമുക്ക് വായ്പയിൽ ലഭ്യമാവുകയുള്ളൂ. പിന്നെ എടുത്ത വായ്പ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. കാരണം നമ്മൾ സറണ്ടർ ചെയ്ത്, നമ്മുടെ പ്രീമിയം അടച്ചത് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് ഇവർ നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത്. അപ്പം ആ വായ്പ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്ത തുക ഇവർ അതിൽ നിന്ന് ഈടായിട്ട് എടുക്കും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ മറക്കല്ല. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ വളരെ നിസ്സാരമാണ്. നമ്മൾ പോളിസി എടുത്തത് ഏത് LIC ബ്രാഞ്ചിലാണോ അവിടെ നമുക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരും. ആ ഫോം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വിറ്റ്നസ്, ഒരു സാക്ഷിയെ രേഖപ്പെടുത്തണം. ആ സാക്ഷി അവിടെ സൈൻ ചെയ്യണം. അതിനുശേഷം ഒരു റവന്യൂ സ്റ്റാമ്പ് ഒപ്പിട്ട് നമുക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഇതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ KYC ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഒറിജിനൽ പോളിസി ഡോക്യുമെൻറ്റ്. പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് LIC നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻറ്റ് കിട്ടും. അതാണ് പോളിസി ഡോക്യുമെൻറ്റ്. അതും മതി നമുക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ. പിന്നെ ഇത് ഓൺലൈൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും. ഓൺലൈൻ വഴി അപേക്ഷിച്ചാലും നമ്മൾ ഇത് LICയുടെ നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ നമ്മൾ LICയിൽ നിന്ന് പോളിസി എടുത്ത് ആ ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യേണ്ടി വരും ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ. ഇത് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സിമ്പിളാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ LIC പോളിസി ലോണെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ LICയുടെ ഒരു ഒഫീഷ്യൽ പേജിലേക്ക് നിങ്ങൾ ചെല്ലും. അവിടെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ ലോൺ റിക്വസ്റ്റ് എന്നൊരു ഇത് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യണം. അപ്പം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇങ്ങനെ ഒരു സേവനം ലഭ്യമാകുകയുള്ളൂ. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കും. ഒറിജിനൽ പോളിസി ഡോക്യുമെൻറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, അതുപോലെ ഇൻകം പ്രൂഫ്, റവന്യൂ സ്റ്റാമ്പ് തുടങ്ങിയ രേഖകൾ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സാക്ഷിയും കൂടെ നമ്മൾ നിർത്തേണ്ടി വരും. സാക്ഷി ആരാണെങ്കിലും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ സാക്ഷി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗ്യാരണ്ടറോ ജാമ്യക്കാരനോ അല്ല, ജസ്റ്റ് ഒരു വിറ്റ്നസ്, അത്രയേ ഉള്ളൂ. LICയുടെ വായ്പകൾ എടുക്കുന്നത് വളരെ സേഫ് ആണ്. കാരണം ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് നമുക്ക് ഈ വായ്പ ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് വായ്പ എടുക്കാൻ വളരെ സേഫ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി നൽകുന്നതാണ്. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങളുടെ പോളിസി എടുത്തിരിക്കുന്ന LIC ബ്രാഞ്ച് സന്ദർശിക്കുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.